നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഏത് സംഖ്യയിലാണ് 3ന്റെ വില 30? 4 സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം മൂന്നക്ക സംഖ്യകളാണ്. ഇതിലേതോ ഒരു 3ന്റെ സ്ഥാനം 30 ഉണ്ട്. ഏതിലാണ് വരുന്നത് നോക്കണം. ഇതിൽ 3 ഉള്ളത് 100ന്റെ സ്ഥാനത്തും 1ന്റെ സ്ഥാനത്തും. ഇതിൽ 2 വരുന്നത് 100ന്റെ സ്ഥാനത്ത്, 3 വരുന്നത് ഏതാ? 30ന്റെ സ്ഥാനത്ത്. അപ്പോൾ ഓപ്ഷൻ നമ്പർ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 863, 398, 680, 699. ഇതിലെ ഏറ്റവും വലിയ സംഖ്യ ഏത്? ചെറുത് വലുതൊക്കെ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ എല്ലാ സംഖ്യകളിലും ഒരേ എണ്ണം നമ്പറുകളാണ് ഉള്ളത് നോക്കണം. അപ്പോൾ ഇതിലെല്ലാം മൂന്നക്ക സംഖ്യകളാണ് ഉള്ളത് അല്ലേ? അപ്പോൾ ഇതിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ 100ൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഏറ്റവും ചെറുത് ഇത് 6 ആണ്, ഇത് 6 ആണ്, ഇത് 8 ആണ്, ഇത് 3 ആണ്. അപ്പോൾ ചോദ്യം ഏതാണ്? ഏറ്റവും വലിയ സംഖ്യ. അപ്പോൾ ഏതാ 8 വരുന്നത്? 863. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് സംഖ്യാ സ്ട്രിപ്സ് തന്നിട്ട് ഇത് 100, 3, 900, 20, 6. ഈ കാർഡുകളിലെ 3 കാർഡുകൾ ഉപയോഗിച്ചുണ്ടാക്കിയ സംഖ്യ ഏത്? ഇതിന് 3 കാർഡുകൾ എടുത്തിട്ടൊരു സംഖ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് താഴെയുള്ളതിൽ ഏതെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം 100ൻ്റെ സ്ഥാനത്ത് ഏതാ വരുന്നത് നോക്കാം. 100ൻ്റെ സ്ഥാനത്ത് ഇവിടെയൊക്കെ 1 വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ 900 അല്ല. പിന്നെ നോക്കേണ്ടത് 10ൻ്റെ സ്ഥാനം. ഇവിടെ 3 ഉണ്ട്. 3ൻ്റെ സംഖ്യ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതല്ല. പിന്നെ അടുത്തത് 6 ഉണ്ട്. 6 വരുന്നുണ്ടോ 10ൻ്റെ സ്ഥാനത്ത്? ഇല്ല, അതുമല്ല. പിന്നെ 9 10ൻ്റെ സ്ഥാനത്ത് വരുന്നില്ല. 10ൻ്റെ സ്ഥാനത്ത് ഒന്നെങ്കിൽ 5 വരണം, അല്ലെങ്കിൽ 2 വരണം. അപ്പോൾ ഇതുമല്ല. അപ്പോൾ ഏതാ ശരി? ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരിയായ ഉത്തരം അല്ലേ? 126 കിട്ടൂലേ? ഇതാ 126. ഓക്കെ. അടുത്ത ചോദ്യം ചുവടെയുള്ളത് കുറക്കുക. 6ൽ നിന്ന് 24 കുറക്കണം. 6 4 കുറച്ച 2, 5 2 കുറച്ച 3, 32. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ ബി 32 ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 2 ത്രികോണം കിട്ടണമെങ്കിൽ പേപ്പർ ഏത് രീതിയിൽ മുറിക്കണം? ഇതിൽ ഏത് രീതിയിൽ മുറിച്ചാലാണ് നമുക്ക് 2 ത്രികോണം കിട്ടുക? ഇതല്ല, ഇതുമല്ല, ഇതുമല്ല, ഇതുമല്ല. ഇത് മാത്രമാണ് ശരി വരുന്നത്. ഓപ്ഷൻ നമ്പർ എ. അടുത്ത ചോദ്യം 123 എന്ന സംഖ്യയിലെ ഏതൊക്കെ അക്കങ്ങൾ പരസ്പരം മാറ്റി എഴുതിയാൽ ഏറ്റവും വലിയ സംഖ്യ കിട്ടും? നമുക്ക് എഴുതി നോക്കാം. 123. നമുക്ക് ആദ്യം ഈ 3നെയും 2നെയും ഒന്ന് മാറ്റി എഴുതി വെക്കാം. അപ്പോൾ 132 കിട്ടുന്നത്. എന്നാൽ പിന്നെ നമുക്ക് 1നെയും 2നെയും മാറ്റി എഴുതിയാലോ? 213 അല്ലേ? അപ്പോൾ ഇതാണ് ശരിയായ ഉത്തരം. 1ഉം 2ഉം വരുന്നത്. ഏതാത് ഗ്രൂപ്പ്? യെസ്, ഓപ്ഷൻ നമ്പർ എ. അടുത്ത ചോദ്യം 1 ലിറ്റർ വെളിച്ചെണ്ണ മുഴുവൻ ഒഴിച്ചു വെക്കാൻ 100 മില്ലി കൊള്ളുന്ന എത്ര കുപ്പികൾ വേണം? 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് നമുക്ക് വേണ്ടത്. 100 ml അളക്കുന്ന പാത്രമുണ്ട്. അപ്പോൾ എത്രയാ? 10 100 1000 അല്ലേ? അപ്പോൾ 10 വരുന്നു. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ നമ്പർ സി. അടുത്ത ചോദ്യം 2 കളിപ്പാട്ടം ഓരോന്ന് വീതം വാങ്ങിയാൽ ആകെ എത്ര രൂപ നൽകണം? ഈ 2 കളിപ്പാട്ടം, ഒരു കാറിൻ്റെ ഒരു ജീപ്പിൻ്റെ കളിപ്പാട്ടം വാങ്ങിയാൽ എത്ര പൈസയാവും? എത്രയാണ്? ഇതിന് 55, ഇതിന് 45. 55 കൂട്ടണം 45 സമം 5 5 10, 1 ബാക്കി 5 4 9 1 10 അല്ലേ? 100. അപ്പോൾ ഉത്തരം ഓപ്ഷൻ നമ്പർ ബി 100 ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമമായി എഴുതിയിരിക്കുന്നത് ഏത്? ഓപ്ഷൻ നമ്പർ എ 85, 98, 86. ഇത് തെറ്റാണ്. 98 കഴിഞ്ഞിട്ട് 86 എന്ന് പറയുമ്പോൾ ക്രമമില്ല. 75, 65, 55, 45. അത് വലുതെന്ന് ചെറുതിലേക്കാണ്. അപ്പോൾ ഇതുമല്ല. 40, 50, 45, 55. ഇവിടെയും ക്രമം തെറ്റിയിട്ടുണ്ട്. അപ്പം 32, 42, 62, 92 ശരിയായ ക്രമത്തിലുള്ള ഉത്തരം. സോ ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 10 വീതം കൂടി വരുന്ന പാറ്റേൺ ഏതാണ്? ഇതിൽ 10 കൂടി വരുന്നത് ഏതാ? 101, 111, 121, 131, 143. അതല്ലേ ശരിയായ ഉത്തരം അല്ലേ? 110, 210, 310, 410 എന്ന് പറയുമ്പോൾ 10 പെട്ടെന്ന് നമ്മൾ വിചാരിക്കും 10 കൂടി. പക്ഷെ അങ്ങനെയല്ല. 100 കൂടി വരിക. 110നോട് 100 കൂട്ടി 210. അതിൻ്റെ കൂടെ 100 കൂട്ടിയാൽ 310 അല്ലേ? അപ്പോൾ അതല്ല. 101, 201 എന്ന് പറയുമ്പോൾ അവിടെ 100 തന്നെയാണ് കൂടി വരുന്നത്. 101, 111, 131 പറയുമ്പോൾ അവിടെ 110 കൂടി വരുന്നു. അപ്പോൾ 10 മാത്രം കൂടി വരുന്ന പാറ്റേൺ ഏതാ? ഓപ്ഷൻ നമ്പർ എ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. See you in the next video. Till then, bye bye and take care.